ഈ ഭൂമിയില് മനുഷ്യൻ പൂർണ്ണമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമയത്തിന് പ്രസക്തിയില്ല എന്ന് പറയും. പൂർണ്ണമായതിന് സമയമില്ല എന്ന് പറയുന്നത് പോലെയാണ്. സമയമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയക്കുറവാണ് എന്നല്ല, സമയം അവരെ ബാധിക്കുന്നില്ല എന്നുള്ളതാണ്. നമ്മുടെ ലോകത്ത് രണ്ട് തരം ആൾക്കാരാണുള്ളത്. നമ്മൾ വിചാരിക്കും അത് പാവപ്പെട്ടവനും പണക്കാരനാണെന്ന്. സത്യത്തിൽ ഈ പാവപ്പെട്ടവനും പണക്കാരനും എന്നുള്ളത് ഒരു ഇല്യൂഷനാണ്. രണ്ട് തരം ആൾക്കാരാണുള്ളത്. പാവപ്പെട്ടവനും പണക്കാരനും തമ്മിലുള്ളത് വ്യത്യാസം എന്ന് പറയുന്നത് ഒരു ഇല്യൂഷനാണ്. കാരണം ഈ പാവപ്പെട്ടവനും പണക്കാരനും അനുഭവിക്കുന്ന വേദനകൾ ഒരേ വേദനകളാണ്. വ്യത്യസ്തമായ ഭാവങ്ങളിലൂടെ വ്യത്യസ്തമായ രീതികളിലൂടെ അനുഭവിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. കഷ്ടപ്പാടുകൾ എല്ലാവർക്കും ഒരുപോലെയാണ്. പാവപ്പെട്ടവൻ കുറച്ച് പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു, പണക്കാരൻ വലിയ പൈസയ്ക്ക് വേണ്ടി കഷ്ടപ്പെടുന്നു. ശരിക്കും ഭൂമിയിൽ രണ്ട് തരം ആളുകളാണുള്ളത്. ഒന്ന് ഭിക്ഷാന്തേഹികള്, ഒന്ന് തീർത്തും ദരിദ്രരായ ആളുകൾ. നിങ്ങൾ പല ആത്മീയ ഗ്രന്ഥങ്ങളിലും കണ്ടിട്ടുണ്ടാവും, ഭിക്ഷാന്തേഹികളും ദരിദ്രരുമാണ് നിങ്ങൾ എന്ന് വിശേഷിപ്പിച്ചിട്ടുള്ളത്. അതിൻ്റെ ശാരീരിക അർത്ഥത്തിൽ എടുക്കുമ്പോൾ അവർ പാവപ്പെട്ടവരും ഭക്ഷണം തേടി അലയുന്നവരും എന്നാണ് എടുക്കുക. ഫക്കീറുകൾ, മിസ്കീനുകൾ എന്നൊക്കെ അറബിയിൽ പറയും. മൂസ ഫക്കീറായിരുന്നു എന്നാണ് പറഞ്ഞത്. അന ഫക്കീർ എന്ന് മൂസ തന്നെ, മോശ. അതിൻ്റെ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരു വശം നോക്കുമ്പോൾ എല്ലാ മനുഷ്യരും ആത്മീയ അന്വേഷകരാണ്, ഭിക്ഷാന്തേഹികളാണ്. അവര് ജ്ഞാനത്തെ അറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദരിദ്രർ ഒട്ടും ഈ ജ്ഞാനം കിട്ടാത്തവരാണ്. നിങ്ങൾ ഇന്ന് പഠിക്കുന്ന ഈ ഒരു ജ്ഞാനം, ആത്മശാസ്ത്രത്തിന്റെ ജ്ഞാനം, അത് തേടി അലയുന്ന ഭിക്ഷാന്തേഹികളാണ് മനുഷ്യർ, ഫക്കീറുകൾ. അവരാണ് സാധു സന്യാസിമാർ. അവര് അന്വേഷിച്ച് നടക്കുകയാണ്. അത് മനുഷ്യനിൽ സാധു സന്യാസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു കാഷായം ധരിച്ച് ഒരു കളർ ധരിച്ച് അതിനു വേണ്ടി ഇറങ്ങി പുറപ്പെടുന്നവരെ മാത്രമല്ല പറയുന്നത്. ഇന്ന് മനുഷ്യരെല്ലാവരും ആ ഒരു ജ്ഞാനത്തിന് വേണ്ടി ദാഹിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഏറ്റവും വലിയ ദാനം എന്ന് പറയുന്നത് ഭിക്ഷാന്തേഹികൾ ദരിദ്രർക്ക് കൊടുക്കുന്ന ദാനമാണ്. നമുക്ക് എന്തോ ഒരു ചെറിയ ഇത് കിട്ടി, അത് ഞാൻ ഒന്നും അറിയാത്തവന് പകർന്നു കൊടുക്കുന്നു എന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും വലിയ ദാനം. നിങ്ങൾ എത്ര പേരാ ദാനം ചെയ്യുന്നുണ്ട്? നിങ്ങൾ നോക്കിക്കോ, ഏത് ആത്മീയ ഗ്രന്ഥത്തിലും അങ്ങനെ എവിടെയെങ്കിലും പരാമർശിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ തിരുത്തി വായിക്കുക.
ഭിക്ഷാന്തേഹികൾ എന്ന് പറഞ്ഞാൽ ഈ ജ്ഞാനം നേടി, ഫക്കീറുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജ്ഞാനം നേടാൻ വേണ്ടി അലഞ്ഞ് എവിടെ നിന്ന് കിട്ടും, എവിടെ കിട്ടും, എവിടെ കിട്ടും, എവിടെ കിട്ടും എന്ന് അന്വേഷിച്ച് നടക്കുന്നവരാണ്. മിസ്കീനുകൾ അല്ലെങ്കിൽ പാവപ്പെട്ടവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ലാത്തവരാണ്. എത്രയോ കോടി സമ്പത്തുണ്ടായിട്ടും കാര്യമില്ല. അവന് ആത്മജ്ഞാനം അല്ലെങ്കിൽ ആത്മശാസ്ത്രം അല്ലെങ്കിൽ ഹ്യൂമൻ ടെക്നോളജി അവൻ പഠിക്കാതെയാണ് അവന്റെ പോക്ക് എന്നുണ്ടെങ്കിൽ ഒരു അച്ചീവ്മെന്റും ഇല്ല എന്നതാണ് സത്യം. ഭൂമിയിൽ എന്തൊക്കെയോ കാണിച്ചു കൂട്ടി, കുറെ സമ്പത്തുണ്ടാക്കി എന്നതിനപ്പുറത്ത് അരണയുടെ ഓർമ്മയുള്ളവന് യഥാർത്ഥ മനുഷ്യന്റെ ഓർമ്മ നൽകുന്ന ദാനമാണ് ഭിക്ഷാന്തേഹികൾ ദരിദ്രർക്ക് നൽകുന്ന ദാനം. അരണയുടെ ഓർമ്മയുള്ളൂ തന്റെ എക്സിസ്റ്റൻസിനെ കുറിച്ച്. ഒരു മഹാശിവരാത്രി ദിനമാണിന്ന് അല്ലേ? ഓരോ ധർമ്മങ്ങളിലും ഓരോ പ്രത്യേക ദിനങ്ങൾ വരും. ആ ദാരിദ്ര്യം മാറ്റേണ്ടവർ നിങ്ങളാണ്. മനസ്സിന്റെ ദാരിദ്ര്യം അനുഭവിക്കുന്ന ഈ ജ്ഞാനത്തെക്കുറിച്ചറിയാത്ത കോടാനുകോടി മനുഷ്യർക്ക്, അപ്പൊ എത്രയോ ദരിദ്രരാണ് ഭൂമിയിലുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എത്രയോ മിസ്കീനുകൾ അറബിയില്. യഥാർത്ഥ ഒരു റിച്ച്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസമാധാനത്തിന്റെയും മരണഭയത്തിന്റെയും സ്ഥിരതയോടെയുള്ള അനശ്വരതയായിട്ടുള്ള ഒരു യാത്രയാണ് യഥാർത്ഥ റിച്ച്നെസ്. യഥാർത്ഥ പണക്കാരനാകുക എന്ന് പറഞ്ഞാൽ മനസമാധാനമില്ല, മരണഭയമില്ല, ശാശ്വതമായ സമാധാനം, അമരത്വം നേടുക എന്നുള്ളതാണ് റിച്ച്നെസ്. അത് വളരെ കുറച്ചു പേർക്ക് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ വളരെ കുറച്ചു പേർ ചെയ്യേണ്ട ഒരു ദാനമുണ്ട്. ഒരിക്കലും നിങ്ങൾ നൽകുന്ന ദാനം, ഞാൻ ഇപ്പം ഒരാളെ സഹായിക്കുന്നതിനെ കുറവാക്കി പറയുന്നതല്ല. മനുഷ്യർക്ക് വേണ്ടത് അത്തരം അപ്പക്കഷ്ണങ്ങളല്ല. ഒരു നേരത്തെ അപ്പത്തിനുള്ള അപ്പക്കഷ്ണമല്ല വേണ്ടത് മനുഷ്യന്. മനുഷ്യന് കാലാകാലം നിലനിൽക്കാനുള്ള മനസമാധാനത്തിന്റെ, ജ്ഞാനത്തിന്റെ ദാനമാണ് വേണ്ടത്. അരണയുടെ ഓർമ്മയുള്ളവന് യഥാർത്ഥ മനുഷ്യന്റെ ഓർമ്മ നൽകുന്ന ജ്ഞാനമാണ് നിങ്ങൾ നൽകേണ്ടത്. അതാണ് യഥാർത്ഥ ദാനം. ആരെങ്കിലും കാണുമ്പോൾ 50 രൂപയും 100 രൂപയും സഹായിക്കുന്നതല്ല യഥാർത്ഥ ദാനം. അത് കൊടുക്കണ്ട എന്നല്ല. യഥാർത്ഥ ദാനം കാലാകാലം നിങ്ങൾക്ക് കിട്ടണം. കാലാകാലം ലോകം അവസാനിച്ചാലും ഇല്ലാതായാലും പ്രപഞ്ചം തന്നെ ഇല്ലാതായാലും നിങ്ങൾ കൊടുത്ത ദാനം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ദാനം നൽകണം നിങ്ങൾ. നമ്മളോ ഭിക്ഷാന്തേഹികൾ, ഈ ജ്ഞാനം അറിയാൻ വേണ്ടി നടക്കുന്ന ആളുകൾ. ആ ഭിക്ഷ യാചിച്ച് കിട്ടുന്ന ആ ചെറിയ, നമുക്ക് കിട്ടിയ വളരെ ചെറിയ ഒരു 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 എന്താണ് പറയാ, ഒരു ഭക്ഷണത്തിൽ നിന്നും നമ്മൾ അത് പങ്കിട്ട് തീർത്തും പാവപ്പെട്ടവനായ മിസ്കീനിനും ആർക്കെങ്കിലും അത് കൊടുത്താലും ആ നിങ്ങളുടെ ശരീരം മുഴുവൻ നഷ്ടപ്പെട്ടു പോയാലും അത് നിലനിൽക്കും. കാരണം ആ ആള് വേറൊരാൾക്ക് അത് നൽകും. മോചനത്തിന്റെ ജ്ഞാനം.
നൂറ്റാണ്ടുകളായി, സഹസ്രാബ്ദങ്ങളായി മനുഷ്യന് കാൽച്ചങ്ങലയിട്ട് ആ ചങ്ങലയിൽ നിന്നുള്ള ഒരു ഒറ്റ മോചനമാണ് നിങ്ങളുടെ ഒരു ചോദ്യം. എന്തിന് നിങ്ങൾ ഈ ഭൂമിയിൽ വന്നു? നിങ്ങൾ ഇന്നീ ചെയ്തുകൊണ്ടിരിക്കുന്ന പരമ്പരാഗതമായ ആചാരാനുഷ്ഠാനങ്ങളിൽ എവിടെയെങ്കിലും നിങ്ങൾക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നുണ്ടോ? ഒരു ചോദ്യത്തിലൂടെ, അല്ലെങ്കിൽ രണ്ട് ചോദ്യത്തിലൂടെ, അല്ലെങ്കിൽ മൂന്ന് ചോദ്യത്തിലൂടെയുള്ള കടന്നുകയറ്റം. അവിടെ നിന്നും നിങ്ങൾ നൽകുന്ന ഒരു തരി അമൃത്, അത് സ്വീകരിക്കട്ടെ സ്വീകരിക്കാതിരിക്കട്ടെ, ഇവിടെ ഒരു നിർബന്ധവുമില്ല. പക്ഷെ കൊടുക്കുക എന്നുള്ളത് ബാധ്യതയാണ്. ഈ ജ്ഞാനവും തൊഴിലുമാണ് മനുഷ്യന് ആവശ്യം. അല്ലാതെ ആരെങ്കിലും പാവപ്പെട്ടവന് കൊണ്ടുപോയി കുറച്ച് എന്തെങ്കിലും താൽക്കാലികമായി സഹായം നൽകുന്നതല്ല. ഈ അരണയുടെ ഓർമ്മയുള്ള മനുഷ്യൻ, അവൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന ബോധം അവന് പലപ്പോഴും നഷ്ടപ്പെട്ടു പോവുകയാണ്. എല്ലാ കഷ്ടപ്പാടുകളെയും നിലനിർത്തുന്ന, മനുഷ്യന്റെ എല്ലാ സഫറിങ്ങുകളെയും നിലനിർത്തുന്ന ഒരു കാതലായൊരു മിഥ്യയാണത്. അത് പാപമല്ല, അത് അജ്ഞതയല്ല, ഞാൻ ദൈവത്തിൽ നിന്നും വേർപിരിഞ്ഞവനാണ് എന്ന തോന്നൽ മാത്രമാണ്. അതറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിന് ഭാരമേ ഉണ്ടാകില്ല. ശരീരത്തിന് ഭാരം നിങ്ങൾക്ക് ഫീൽ ചെയ്യൂല. പാപമല്ലത്. എല്ലാ കഷ്ടപ്പാടുകളെയും, എല്ലാ ദുരിതങ്ങളെയും, എല്ലാ വിഷമങ്ങളെയും, എല്ലാ സങ്കടങ്ങളെയും നിലനിർത്തുന്ന കാതലായ മിഥ്യ. അത് പാപമല്ല. നമ്മൾ ചെയ്തിട്ടുള്ളൊരു പാപമോ പുണ്യമോ അജ്ഞതയോ മാത്രമല്ല, ഞാൻ വേർപിരിഞ്ഞവനാണ് എന്ന തോന്നലാണ്. ഐ ആം നോട്ട് എക്സിസ്റ്റിംഗ്. ഉണർവിന്റെ മെറ്റാഫിസിക്സ് എന്ന് പറയുന്ന ഈ ഒരു വഴിയിൽ, ഈ ഹ്യൂമൻ ടെക്നോളജിയിൽ, വേർപിരിയലിന്റെ മിഥ്യാധാരണയാണ് നമ്മൾ ഏറ്റവും വലിയ പ്രശ്നമായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്നത്. മനുഷ്യന്റെ അതായത് രണ്ട് തരം മനുഷ്യനാണുള്ളത്. നിങ്ങൾ വൈകിയായിരിക്കും കയറിയത്. ഞാൻ ഓൾറെഡി അത് എക്സ്പ്ലെയിൻ ചെയ്തു പോയി. അവിടെ നിന്നോട്ടേ കേട്ടിരുന്നെങ്കിൽ ക്ലിയർ ആയേനെ. ഇനി വീണ്ടും അത് മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാന്ന് പറഞ്ഞാൽ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒന്നുകൂടി യൂട്യൂബിൽ പോയിട്ട് കാണുക. ചുരുക്കി പറയാ, രണ്ട് തരം മനുഷ്യരാണ് ഭൂമിയിലുള്ളത്. ഒന്ന് ഭിക്ഷാന്തേഹിയായ മനുഷ്യൻ, ഒന്ന് ദരിദ്രനായ മനുഷ്യൻ. പണക്കാരനില്ല ഈ ഭൂമിയിൽ. പണക്കാരനും പാവപ്പെട്ടവനും എന്ന ഒരു ഇല്യൂഷൻ ഇവിടെ നിലനിർത്തിയിട്ടുണ്ട്. പക്ഷെ ഇവർ രണ്ടുപേരും അനുഭവിക്കുന്ന വേദനകളും കഷ്ടപ്പാടുകളും എല്ലാം ഒരുപോലെയാണ്. പണക്കാരനായിരിക്കും ചിലപ്പോൾ കുറച്ച് കൂടുതൽ, ഞാൻ ഉണ്ടാക്കിയതെല്ലാം നഷ്ടപ്പെട്ടു പോലുമെന്ന് മരണസമയത്ത് കൂടുതൽ വിഷമം ഉണ്ടാവും. ഒന്നും എനിക്ക് കൊണ്ടുപോകാൻ പറ്റണല്ലോ, മറ്റവനൊന്നും കൊണ്ടുപോകാനില്ലാത്തതുകൊണ്ട് മരണസമയത്ത് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ആരാണ് ഈ ഭിക്ഷാന്തേഹികൾ എന്ന് പറഞ്ഞാൽ? നമ്മളാണ് ഈ ഭിക്ഷാന്തേഹികൾ. നമ്മൾ എന്ത് ഭിക്ഷയാണ് യാചിക്കുന്നത്? അറിവിന്റെ, ജ്ഞാനത്തിന്റെ ഭിക്ഷ നമ്മൾ യാചിച്ചുകൊണ്ട് നടക്കുകയാണ്. നമ്മൾ അത് ലഭിക്കുന്നുമുണ്ട്. ഇതൊട്ടും കിട്ടാത്തവരാണ് ദരിദ്രന്മാർ. ഒട്ടും കിട്ടിയിട്ടില്ല, അവരാണ് മിസ്കീനുകൾ. രണ്ട് വിഭാഗമാണുള്ളത്, ഫക്കീറും മിസ്കീനും. നിങ്ങൾ ഇനി ഏത് ഗ്രന്ഥത്തിൽ അത് വായിച്ചാലും ഇങ്ങനെ വായിക്കാവൂ. എങ്ങനെ? ഭിക്ഷാന്തേഹിയും ദരിദ്രനും എന്നേ വായിക്കാവൂ. എന്ത് ഭിക്ഷാന്തേഹിയും എന്ത് ദരിദ്രനും? അവിടെ നിങ്ങൾ ഒരു സ്പിരിച്വൽ ബുക്ക് എന്നുള്ള നിലയിൽ നിങ്ങൾ മാറ്റി വായിക്കണം. ഭിക്ഷാന്തേഹി നമ്മളാണ്. അതായത് മോശ പറഞ്ഞ മോശ ഭിക്ഷാന്തേഹി എന്നാ പറഞ്ഞത്. ഭിക്ഷാന്തേഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഈ അറിവ് ഈ ഈ ഈ ആ- അരണയുടെ ബുദ്ധിയുള്ള മനുഷ്യന് താൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന വേർപിരിയലിന്റെ മിഥ്യാബോധത്തിൽ നിന്നുള്ള മോചനമുള്ള അറിവ്. അത് നേടിയവൻ എന്ത് ചെയ്യണം? ഈ പാവപ്പെട്ട ദരിദ്രന് അത് നൽകണം. അതാണ് യഥാർത്ഥ ദാനം. നിങ്ങൾ അങ്ങനെ ഒന്ന് വായിച്ചു നോക്കുക. അതങ്ങനെ തന്നെയാണ്. അതങ്ങനെ തന്നെ നിങ്ങൾ മാറ്റി വായിക്കണം. അതങ്ങനെ തന്നെയാണ് ആ സത്യം. നിങ്ങളോട് എവിടെയെങ്കിലും ഒരു ദരിദ്രന് നൽകാൻ പറഞ്ഞിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇതാണ് നൽകാൻ പറഞ്ഞിട്ടുള്ളത്. തിരിച്ചറിഞ്ഞുകൊള്ളുവിൻ. മിഥ്യയായ പണമോ സമ്പത്തോ അല്ല, ശാശ്വതമായ മോചനത്തിനുള്ള ഈ അറിവാണ് നിന്നോട് നൽകാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇത്രയും നാളും ദരിദ്രരായിരുന്ന നമ്മൾ ഗ്രേഡ് കൂടി ഭിക്ഷാന്തേഹിയായി മാറി. അപ്പൊ നമ്മൾ ഫക്കീറായി മാറി. ശാരീരികമായ ദാനത്തിൽ നിന്നപ്പുറത്ത് അത് നിങ്ങൾ നൽകണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. അതുകൊണ്ടൊന്നും അത് പാപപുണ്യങ്ങളോ അല്ല. പാപപുണ്യങ്ങളും അജ്ഞതയും മാത്രമല്ല ഇതിനകത്തെ പ്രശ്നം. ഈ ജ്ഞാനം എന്ന് പറയുന്നത് വേർപിരിഞ്ഞു എന്ന തോന്നലിൽ നിന്നും ഇല്ലാതാക്കുന്ന ജ്ഞാനമാണ്. വേർപിരിഞ്ഞിട്ടില്ല. വേർപിരിയലിന്റെ മിഥ്യാധാരണയാണ് മനുഷ്യന്റെ തെറ്റിദ്ധാരണയിലെ ഏറ്റവും വലിയ മൂല കാരണം. ചരിത്രത്തിലെ എല്ലാ സംഘർഷങ്ങളും നിങ്ങൾ നോക്കിക്കോ. എല്ലാ ഭയവും, എല്ലാ അസൂയവും, എല്ലാ അക്രമവും, എല്ലാ അരക്ഷിതാവസ്ഥയും ഒറ്റ അനുമാനത്തെ അടിസ്ഥാനമാക്കിയതാണ്: ഞാൻ മൊത്തത്തിൽ വേർപിരിഞ്ഞവനാണ്. അസൂയ എവിടെ നിന്നുണ്ടാവണത്? ദൈവത്തിൽ നിന്ന് വേർപിരിഞ്ഞവനെ അസൂയ ഉണ്ടാവുള്ളൂ, അല്ലേ? അവൻ വേർപിരിഞ്ഞ് കഴിയുമ്പോൾ അവന് കാണുന്നതെല്ലാം അവനോട് അനീതിയായിട്ടാ തോന്നുക. ചേടാ, അവന് ഇത്രയും കിട്ടി, എനിക്ക് കിട്ടിയില്ലല്ലോ, എന്നോട് അനീതിയായല്ലോ. അവിടെ അസൂയ തുടങ്ങും. ചേടാ, എല്ലാവരും എന്നെ ആക്രമിക്കാൻ വരികയാണ്, എനിക്ക് യാതൊരുവിധ രക്ഷയുമില്ല എന്ന് തോന്നുമ്പോൾ ഭയം ഉണ്ടാവും. ഞാൻ ഈ മരണത്തോടുകൂടി ശരീരം തന്നെ ഇല്ലാതായി, ഞാൻ തന്നെ ഇല്ലാതായി എന്ന ഭയം വരും. അതോടുകൂടി ഭയം വരും. ഫോബിയാസ് ഉണ്ടാവും വയസ്സാവുമ്പോൾ. അവൻ എന്നെ ആക്രമിക്കാൻ വരുവാണ്, അതുകൊണ്ട് ഞാൻ തിരിച്ച് അവനെ ആക്രമിക്കണം എന്ന തോന്നലുണ്ടായി. അതും വേർപിരിയലാണ്. കാരണം അവൻ എന്നെ ആക്രമിക്കാൻ വന്നാൽ അതിനെ തടുക്കാൻ വേറെ ആരുമില്ല എന്ന വേർപിരിയൽ. ഞാൻ മൊത്തത്തിൽ വേർപിരിഞ്ഞവനാണ്. ആ വേർപിരിയൽ എന്ന് പറയുന്നത് യാഥാർത്ഥ്യമല്ല, കണ്ടീഷനിങ് ആണ് എന്നാണ് ആത്മശാസ്ത്രം അഥവാ ഹ്യൂമൻ ടെക്നോളജി പറയുന്നത്, സോൾ ടെക്നോളജി പറയുന്നത്. അത് വെറും കണ്ടീഷനിങ് വഴി രൂപപ്പെടുത്തിയ തെറ്റിദ്ധാരണയാണ്, നിങ്ങളെ ധരിപ്പിച്ചിരിക്കുകയാണ്. വേർപിരിയൽ എന്ന് പറയുന്നത് എങ്ങനെ രൂപപ്പെടുന്നു, അത് യാഥാർത്ഥ്യമായി എന്തുകൊണ്ട് തോന്നുന്നു, നമ്മുടെ ഈ ഉണർവ് അതിനെ എങ്ങനെ ഇല്ലാതാക്കുന്നു എന്നാണ് നമ്മൾ പരിശോധിക്കുന്നത്. ഈ ഒരു ഉണർവിലൂടെ ദൈവവുമായുള്ള വേർപിരിയൽ നമുക്ക് ഇല്ലാതാവുകയാണ്. അതോടുകൂടി നമ്മുടെ ശരീരത്തിന്റെ ഭാരം പോലും നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റാതെ നമ്മൾ അതിനെ ആസ്വദിക്കുകയാണ്. ആ ഉണർവാണത്. ഇത്രയും കാലം ഉറങ്ങിയിരുന്ന നിങ്ങളെ ആരോ വിളിച്ചുണർത്തിയിരിക്കുകയാണ്. മതി, ഉറങ്ങിയത്, ഓർമ്മ വരട്ടെ. ഇവിടെ നമ്മൾ കുറെ കാര്യങ്ങൾ ഗവേഷണം ചെയ്യണം. എങ്ങനെയാണ് വേർപിരിയലിന്റെ വികാരം എങ്ങനെ നമ്മളിൽ ഉടലെടുക്കുന്നു? മറ്റ് എല്ലാ ധർമ്മങ്ങളിലും ദ്വന്ദ്വമല്ലാത്ത യോഗത്തിന്റെ ഒരു മാർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? യോഗം, തൗഹീദ്. യോഗം എന്ന് പറഞ്ഞാൽ തൗഹീദാണ്. യോഗം, യോഗി.
നിഗൂഢമായ ഐക്യം ക്രിസ്തീയ ഇതിൽ പറഞ്ഞ് ഈ സ്വയം എന്നതിൻ്റെ മനഃശാസ്ത്രപരമായ ഒരു സ്ട്രക്ചറൽ ഡെവലപ്മെന്റ് ഉണ്ടാക്കി വന്നിട്ടുണ്ട്. സ്വയം ഒറ്റയ്ക്ക്. അത് കുറെ ഇന്നൊന്നുമില്ല തുടങ്ങിയതല്ല, അത് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ഉണ്ടാക്കി വെച്ചിരുന്നതാണ്. ഇനി ഈ വേർപിരിയൽ എന്തുകൊണ്ടാണ് നിലനിൽക്കുന്നത്? നേരിട്ട് എന്തുകൊണ്ട് നമുക്ക് അതിനെ ഫീൽ ചെയ്യാനും അനുഭവിക്കാനും ഇത്രയും നാളും കഴിഞ്ഞില്ല? ഇതൊക്കെ നമ്മൾ പരിശോധിക്കണം. വേർപിരിയൽ ഉടലെടുക്കുന്നത് ജനനസമയത്താണ്. ഈ ഭൂമിയിലേട്ട് ജനിച്ചു വീണാൽ അപ്പോ വേർപിരിയലായി. ക്രമേണ ഭാഷ നമ്മളെ വിഭജിക്കാൻ തുടങ്ങും. ഭാഷ, വ്യത്യസ്ത സംസ്കാരങ്ങൾ, വ്യത്യസ്ത ധർമ്മങ്ങൾ നമ്മളെ വിഭജിക്കാൻ തുടങ്ങും. അല്ലേ? ജനിച്ചു വീണതിന് ശേഷമല്ലേ നിങ്ങൾ മുസ്ലിമും ഹിന്ദുവും ക്രിസ്ത്യാനിയും ഒക്കെ ആയത്. മലയാളിയും തമിഴനും കന്നഡക്കാരനും ഇംഗ്ലീഷുകാരനും ഒക്കെ ആയത് ജനിച്ചതിന് ശേഷം. ശരീരബോധം പ്രാദേശികവൽക്കരിക്കും. കറുത്തവൻ, വെളുത്തവൻ, അവിടെ ഉള്ളവൻ ഇച്ചിരി വെളുപ്പ് കൂടിയവൻ, ഈ ഫാമിലിയിലുള്ളവൻ കറുത്തവൻ, ഈ ഫാമിലിയിലുള്ളവൻ വെളുത്തവൻ, അങ്ങനെ കുറെ ഓർമ്മയുണ്ടാവും നമുക്ക്. ഓർമ്മകൾ ഉണ്ടാവും. ഈ ഓർമ്മകൾ എന്ത് ചെയ്യും? ഐഡന്റിറ്റി ആയി രൂപപ്പെടും. വലിയൊരു ഐഡന്റിറ്റി ആയി രൂപപ്പെടും. ഒരു കുട്ടി അത് പഠിക്കുകയാണ്. ഇത് ഞാനാണ്, അത് ഞാനല്ല. ഇത് ഞാനാണ്, അത് ഞാനല്ല. ഇത് ഞാനാണ്, അത് ഞാനല്ല. ഇത് ഞാനാണ്, അത് ഞാനല്ല. ശരിയാണ്. ഭൂമിയിൽ അതിജീവിക്കാൻ വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യണത്. ഭാഷ, സംസ്കാരം, ലേബലുകള് എല്ലാം ഭൂമിയിൽ അതിജീവിക്കാൻ. ശരിയാണ്. നമുക്ക് പിഴച്ചു പോവാൻ എന്ന് പറയൂലേ? ജീവിച്ചു പോവാൻ. പിഴച്ചു പോവാൻ എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥമുണ്ട്. ഏ? ജീവിച്ചു പോവാൻ ഇത് പ്രവർത്തനക്ഷമമായിരിക്കണം. എന്നാൽ മെറ്റാഫിസിക്സില്, അല്ലെങ്കിൽ ഈ തത്വശാസ്ത്രത്തിൽ, ഈ ആത്മശാസ്ത്രത്തിൽ അത് അപൂർണമാണ്. അഹം ഒരു അതിർത്തിയുടെ, ഒരു വേലിക്കെട്ടിന്റെ നിർമ്മാതാവായി മാറുകയാണ്. അതിൽ നിന്നാണ് മനസ്സ് രൂപം കൊണ്ടുവരുന്നത്, ഈഗോ രൂപം, അതിർത്തി ഉണ്ടാകുന്നത് അവിടെയാണ്. ഇത് ഞാനാണ്, അത് ഞാനല്ല. ഇത് എന്റേതാണ്, അത് അവന്റേതാണ്. അവിടെയാണ് ഇതിന്റെ തുടക്കം. ജനിച്ച് വീണ് നമ്മളിലേട്ട് സമൂഹവും ബന്ധുമിത്രാദികളും ഒക്കെ, ഇത് നമ്മൾ വിവിധ സമയങ്ങളിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒരു വിഷയമാണ്. ഇതേ സമയം തന്നെ എല്ലാ ധർമ്മങ്ങളിലും ഈ ആത്മനും ബ്രഹ്മവും, അല്ലെങ്കിൽ ബ്രഹ്മവും പരബ്രഹ്മവും ഒന്നാണ് എന്ന് അദ്വൈത വേദാന്തം പഠിപ്പിച്ചിട്ടുണ്ട്. വ്യക്തി എന്നത് സ്വയം കേവല യാഥാർത്ഥ്യത്തിൽ നിന്നും, അതായത് അബ്സൊല്യൂട്ടായ പൂർണ്ണമായ യാഥാർത്ഥ്യത്തിൽ നിന്നും വേർപെട്ടതല്ല. വേർതിരിവുണ്ടാക്കുന്നത് വിദ്യ വഴിയാണ് എന്നാണ് പറയുന്നത്. വിദ്യ വഴിയാണ്. അവിടെയാണ് രണ്ട് തരം വിദ്യകളെ കുറിച്ചും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്. നീ വായിക്കൂ, അല്ലെങ്കിൽ നീ അറിയൂ, നീ എവിടെ പോയിട്ടാണല്ലോ അറിവ് നേടുന്നു പറഞ്ഞാൽ രണ്ട് അറിവുണ്ട് അവിടെ. സ്വാർത്ഥതയിലൂന്നി, സ്വാർത്ഥതയിൽ നിന്നും വ്യക്തി താല്പര്യത്തിലൂടെ പണമുണ്ടാക്കണം, മത്സരിക്കണം, മറ്റുള്ളവരോട് മത്സരിക്കണം എന്ന് ചെറുപ്പം മുതൽ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ച ബോധമുണ്ട്. ആ, ബ്രഹ്മം മനുഷ്യരും പരബ്രഹ്മം, അതായത് ഞാൻ പറഞ്ഞില്ലേ, ഒരു സ്പാർക്ക് ആൻഡ് ഒറിജിൻ, അത് രണ്ടും ഒന്നാണ്. ര- രണ്ടും ഒന്നാണ്. വേർതിരിവുണ്ടാക്കിയത് വിദ്യയാണ്. വിദ്യ എന്നാൽ തെറ്റിദ്ധാരണയാണ്. ഏത് സിസ്റ്റത്തിലുള്ള വിദ്യയാണ് നമ്മൾ സ്വീകരിക്കുന്നത്? പാശ്ചാത്യ സിസ്റ്റത്തിലുള്ള വിദ്യയാണ് ഇന്ന് നമ്മുടെ രാജ്യവും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലേ? നമ്മുടെ രാജ്യത്തിൻ്റെത് തനതായ വ്യക്തിമുദ്ര പഠിപ്പിച്ച
സ്വാർത്ഥബോധത്തിൽ ആകാത്ത ഒരു വിദ്യാഭ്യാസ രീതി നിലനിന്നിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. സ്വാർത്ഥതയിൽ ഊന്നാത്ത ഒരു വിദ്യാഭ്യാസ സംവിധാനം നിലനിന്നിരുന്ന ഒരു സംവിധാനം പൂർണ്ണമായി നിലനിന്നിരുന്ന ഒരു രാജ്യമാണ് നമ്മുടെ രാജ്യം. പക്ഷെ നമ്മുടെ രാജ്യം ഇന്ന് ഫോളോ ചെയ്യുന്നത് സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായ വ്യക്തിബോധത്തിൽ ഗ്രേഡ് തിരിച്ച് അവൻ ഹൈ ഇവൻ ലോ എന്ന് തിരിക്കുന്ന വേർതിരിവുണ്ടാക്കുന്ന വിദ്യയാണ് ഫോളോ ചെയ്യുന്നത്. അവിടെ നിന്നാണ് നമ്മളിതെല്ലാം മറന്നു പോകുന്നത്. ഇത് അദ്വൈത വേദാന്തം പറഞ്ഞാണ് വേർതിരിവുണ്ടാക്കുന്നത് വിദ്യ അഥവാ തെറ്റിദ്ധാരണ വഴിയാണ് എന്ന്. എല്ലാ ടെൻഷന്റെയും എല്ലാ സഫറിങ്ങുകളുടെയും എല്ലാ വേദനകളുടെയും മൂല കാരണം എന്ന് പറയുന്നത് വേർപിരിഞ്ഞു എന്ന തോന്നലാണ്. പാമ്പായി തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു കയറ് നിങ്ങൾ പാമ്പാണ് എന്ന് വിചാരിക്കുകയാണ്. ഒരു പാമ്പ്, ആ പാമ്പാണത്. ഭയം തെറ്റായി കാണുന്നതിൽ നിന്നാണ് ഉണ്ടാകുന്നത്. അറിവുദിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പാമ്പിനെ കൊല്ലേണ്ട ആവശ്യമില്ല, അത് അവിടെ ഉണ്ടായിരുന്നില്ല, അതൊരു കയറാണ് എന്ന്. തെറ്റായി കാണുമ്പോഴാണ് ഈ ടെൻഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ മത്സരിച്ച് 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 പണ്ടാരടങ്ങുവാണ് സത്യം. ആ വിദ്യ നേടിയിട്ട് മനുഷ്യൻ പരസ്പരം മത്സരിച്ച് മത്സരിച്ച് അവന്റെ വീട്, അവന്റെ കാറ്, അവനാ മത്സരിച്ച് 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 ഇല്ലാതാവുകയാണ്. ടെൻഷൻ എന്ന കയറ് അത് പാമ്പായി തെറ്റിദ്ധരിക്കുകയാണ് അതിനെ. ഇതെന്നെ കുത്തും, ഒരു കുത്തുമില്ല, ഒന്നും സംഭവിക്കാൻ പോണില്ല അവിടെ. അതിനെ തെറ്റായി കാണുകയാണ്. അപ്പൊ പാമ്പിനെ കൊല്ലാൻ വേണ്ടിയിട്ട് പിന്നെ ഇങ്ങനെ ഭയമാണ്. അറിവ് ഉദിച്ചു വരുമ്പോൾ യഥാർത്ഥ അറിവ് വിദ്യയല്ല. വിദ്യയല്ല കേട്ടോ, വിദ്യയും അറിവും രണ്ടും രണ്ടാണ്. നിങ്ങൾ നേടിയത് വിദ്യയാണ്. അറിവുദിക്കുമ്പോൾ, അതായത് ഓർമ്മ ഓർമ്മ തിരിച്ചു വരുമ്പോൾ, നീ എക്സിസ്റ്റ് ചെയ്യുന്നു, നീ ഒരിക്കലും നഷ്ടപ്പെടുന്നില്ല എന്ന ഓർമ്മ തിരിച്ചു വരുമ്പോൾ പാമ്പ് അവിടെ ഉണ്ടായിരുന്നില്ല എന്ന് നിനക്ക് മനസ്സിലാവും. വേർതിരിവ് എന്ന് പറയുന്നത് കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ ആണ്, വൈജ്ഞാനികമായ വികലതയാണ്, പിശകാണ്. ടെൻഷൻ വരുമ്പോ ആ സെയിം ആണ്. യഥാർത്ഥ പാമ്പിനെ കണ്ട എല്ലാ കെമിക്കൽ റിയാക്ഷനും എല്ലാ ബോധവും ശരിയാണ്, ശരീരത്തിൽ ഉണ്ടാകും. ആ എല്ലാ റിയാക്ഷനും ആ ബ്രെയിനും ശരീരവും എടുക്കുന്ന എല്ലാ, കാരണം അവിടെ വൈജ്ഞാനിക വികലത വർക്ക് ചെയ്യാണ്, കോഗ്നിറ്റീവ് ഡിസ്റ്റോർഷൻ. നമ്മൾ വെറും ശാസ്ത്രം മാത്രമല്ല എടുത്ത് പരിശോധിക്കുന്നത്, ശാസ്ത്രവും ധർമ്മവും എടുത്തിട്ടാണ് നമ്മൾ പരിശോധിക്കുന്നത്. വേർതിരിവ് എന്ന് പറയുന്ന ഇല്ലാത്ത ഒരു കാര്യത്തെ നമ്മൾ വൈജ്ഞാനിക വികലതയായി തെറ്റിദ്ധാരണയായി നമ്മൾ അവിടെ കൊണ്ടുവന്ന് വെക്കുകയാണ്. എന്താണ് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്ന് CBT പറയുന്നത്? വൈജ്ഞാനിക വികലതയാണ് മനുഷ്യന്റെ സകല പ്രശ്നങ്ങൾക്കും, മെന്റൽ പ്രശ്നങ്ങൾക്കും കാരണം എന്നാണ് പറഞ്ഞത്. മനസമാധാനം ഉണ്ടായി കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ കുറെ മാറും. ഇത് തന്നെയാണ് ഈ അദ്വൈത വേദാന്തം പറഞ്ഞത് തന്നെയാണ് തൗഹീദ്. ദൈവത്തിന്റെ ദൈവിക യാഥാർത്ഥ്യത്തിന്റെ ഏകത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഏകത്വം എന്ന് പറയുന്നത് നിങ്ങൾ അതിൽ ലയിച്ചിരിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. ഏകനല്ലാതെ മറ്റൊരു യാഥാർത്ഥ്യവുമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ആരാണ്? നിങ്ങളും ആ ഏകനാണ് എന്നല്ല അതിന്റെ അർത്ഥം. മറ്റൊരു യാഥാർത്ഥ്യം ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ആരാണ്? നിങ്ങൾ അറബിയിലെ തൗഹീദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകത്വം, ദൈവിക യാഥാർത്ഥ്യത്തിന്റെ ഏകത്വം എന്ന് പറഞ്ഞാൽ നിങ്ങളും അതും ഒന്നാണ് എന്നല്ല അതിന്റെ അർത്ഥം. യു ആർ എക്സിസ്റ്റിംഗ് മീൻസ് അത് തന്നെയാണ്.
അത് ഉള്ളിന്റെ ഏകത്വമാണ്. അതാണ് വഹദത്തൽ ഉജൂദ്. ബഹുത്വം കാഴ്ച പോലെയാണ്. വെറും കാഴ്ച പോലെ. കാഴ്ച പോലെയുള്ള യാഥാർത്ഥ്യമാണ് അത്. യാഥാർത്ഥ്യമല്ല, സ്വതന്ത്രമല്ല അത്. ഞങ്ങൾ ഒന്നാണ് എന്ന് കാമുകനും കാമുകിയും പറയുന്നത് പോലെയാണ്. ആ സമയത്തുണ്ടാകുന്ന ഒരു വികാരമുണ്ട് മനുഷ്യന്റെ ഉള്ളിൽ. പ്രണയിച്ചിട്ടുള്ളവർക്കറിയാം. ആ സമയത്തുണ്ടാകുന്ന ഒരു അതാണ് സത്യത്തിൽ ആ ഏകത്വം എന്ന് പറയുന്നത്. അന്നേരം ഒന്നുമില്ല. അവർക്ക് വേണ്ടി എന്തും ചെയ്യും. അത് നമുക്ക് പ്രണയിക്കാത്തവർക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. പ്രണയിച്ചവർക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഗാഢമായ പ്രണയം. ആ പ്രണയമാണ് ആ ഏകത്വത്തിലേക്കുള്ള മാർഗം. ഇതാണ് മുരുകജ്ഞാനം. ഇതാണ് ഈസയുടെ ജ്ഞാനം. യേശുവിന്റെ ജ്ഞാനം. യേശു പ്രാർത്ഥിച്ചു അവർ ഒന്നാകാൻ വേണ്ടി. ഒന്നാകാൻ വേണ്ടി. വ്യക്തിത്വം നഷ്ടപ്പെടാതെയുള്ള ഐക്യത്തിന് വേണ്ടിയിട്ട് അവർ ഒന്നാകാൻ വേണ്ടി. അപ്പോഴാണ് എഖാർട്ട് പറഞ്ഞത്, ഞാൻ ദൈവത്തെ കാണുന്ന കണ്ണ് ദൈവം എന്നെ കാണുന്ന അതേ കണ്ണാണ്. വേർപിരിയൽ സ്നേഹത്തിൽ ലയിക്കുകയാണ് അവിടെ. ഞാൻ ദൈവത്തെ കാണുന്ന കണ്ണ് ദൈവം എന്നെ കാണുന്ന അതേ കണ്ണാണ്. വേർപിരിയൽ സ്നേഹത്തിൽ ലയിക്കുകയാണ്. അത് ആകിരണം ചെയ്യുവല്ല, കൂട്ടായ്മയാണ്. കൂട്ടായ്മ, സ്നേഹത്തോടെയുള്ള കൂട്ടായ്മ. അതാണ് യേശു പഠിപ്പിച്ച ജ്ഞാനം. ജ്ഞാനം നേടാൻ വേണ്ടി നമ്മൾ നടക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ഭിക്ഷാന്തേഹികളാണ്. ആ ജ്ഞാനമാണ് മുരുകജ്ഞാനം. അതാണ് മുരുകയുഗം. അതാണ് നമ്മൾ വരാൻ കാത്തിരിക്കുന്ന സത്യയുഗം. എല്ലാവരെയും ഒരുപോലെ കാണുന്ന യുഗം. ശരീരത്തിനപ്പുറം. അതാണ് ഫക്കീർ. ഹൃദയത്തിലുണ്ട് നിങ്ങളുടെ ജ്ഞാനം, പുസ്തകങ്ങളിലല്ല. നിങ്ങളുടെ ഹൃദയത്തിനുള്ളില് വലിയൊരു കിതാബുണ്ട്, വലിയൊരു ഗ്രന്ഥമുണ്ട്, വലിയൊരു വേദമുണ്ട്. സത്യവേദം നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. വേദം നിങ്ങളുടെ ഉള്ളിലാണ്. ഉള്ളിൽ ഫിക്സഡ് ആണത്. നമ്മൾ കാണുന്നില്ല എന്നാണ് സത്യം. നിങ്ങൾ 10 വയസ്സായ ഒരു കുട്ടിയോട് യാതൊരുവിധ ഔട്ടർ ഇതും അഫക്റ്റ് ചെയ്തിട്ടില്ലാത്ത ഒരു കുട്ടിയോട് നല്ലതും ചീത്തയും ചോദിച്ചു നോക്കി, ആ കുട്ടിക്ക് അറിയാമത്. അതാരും പഠിപ്പിക്കേണ്ട കാര്യമില്ല. അത് ചീത്തയാണ്, ഇത് നല്ലതാണ് എന്ന് തിരിച്ചറിയാം അവർക്ക്. കണ്ടീഷനിങ്ങിലൂടെയാണ് തെറ്റിപ്പോണത്. കണ്ടീഷനിങ്. നിങ്ങൾ കുട്ടീനെ വിളിച്ചിട്ട് ചോദിക്കും, മോനെ ഇത് നല്ലതാണോ, ഇതാണോ നല്ലത് എന്ന് വെച്ചാൽ അവൻ തന്നെ പറയും, ഇത് മോശമാണ്, ഇതാണ് നല്ലത്. ആധുനിക മനഃശാസ്ത്രം വളരെ വ്യക്തമായി വിശദീകരിക്കുന്നു, തലച്ചോറിനകത്ത് ഞാൻ എന്ന ഒറ്റ കേന്ദ്രമില്ല. അതാദ്യം സ്വന്തം മനഃശാസ്ത്രം മനസ്സിലാക്കണം. സ്വയം ഒരു ആഖ്യാന പ്രക്രിയയാണ്. ന്യൂറോ സയൻസ് പറയുന്നു തലച്ചോറിൽ ഞാൻ എന്ന ഒറ്റ കേന്ദ്രമില്ല. അതായത് ഈ അഹം എന്ന് പറയുന്ന നിങ്ങൾക്ക് മതിൽ കെട്ടിയിട്ടുള്ള ഈ സാധനം ഒറ്റ കേന്ദ്രമല്ല. ഐഡന്റിറ്റി എന്ന് പറയുന്നത്, ആധുനിക മനഃശാസ്ത്രം പറയുന്നത് ഇവയുടെ സംയോജനമാണ്. ഇവയുടെ മെമ്മറിയുടെ, ഓർമ്മയുടെ, വികാരത്തിന്റെ,
ശരീരപ്രകൃതിയുടെ സാമൂഹികമായ ഫീഡ്ബാക്കിന്റെ സംയോജനമാണ് ഒരു മനുഷ്യന്റെ ഐഡന്റിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ആ വേലി കെട്ടുന്ന സാധനം മിഥ്യയാണ്. അത് ശരിക്കും നിങ്ങൾക്ക് അനുകൂലമായി വരേണ്ടതാണ്. അത് പ്രവർത്തിക്കാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. ഇത് ന്യൂറോ സയൻസ് പറയുന്നതാണ്. ന്യൂറോ സയൻസ് പറയുന്നതാണ് തലച്ചോറിൽ ഞാൻ എന്ന ഒറ്റ കേന്ദ്രമില്ല. അത് നിങ്ങളുടെ ഐഡന്റിറ്റി എന്ന് പറയുന്നത് നിങ്ങളുടെ ഓർമ്മകളും വികാരങ്ങളും ശരീരത്തിന്റെ പ്രകൃതിയും സാമൂഹികമായ ഫീഡ്ബാക്കുകളുമാണ്. നിങ്ങൾ പഠിച്ചു നോക്കിക്കോ. ഇവ നിങ്ങളുടെ ഈ ഭൂമിയിലെ പ്രവർത്തനത്തിന് ഉപയോഗപ്രദമാണ്. പക്ഷെ അത് ആത്യന്തികമാണെന്ന് അവരും പറയുന്നില്ല. ആത്യന്തികമാകണമെന്ന് അത് ഫങ്ഷണൽ സെൽഫാണെന്ന്. ഫങ്ഷണൽ സെൽഫ് നമ്മൾ അതിനെ പറയുന്നത് അത് ഫങ്ഷണൽ സെൽഫാണ്. അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. എൻ്റെ ഡ്യൂട്ടി, എൻ്റെ കുടുംബം, എൻ്റെ ജോലി, എൻ്റെ ഭക്ഷണം, എൻ്റെ മക്കളുടെ ഭക്ഷണം, എൻ്റെ ഭാര്യയുടെ ഭക്ഷണം, അല്ലെങ്കിൽ എൻ്റെ കൂടെയുള്ളവരുടെ ഭക്ഷണം, ഇതൊക്കെ അത്തരം ഫങ്ഷണൽ സെൽഫാണ്. നമ്മൾ പറയുന്ന കാര്യം ആത്യന്തികമായ സെൽഫാണ്. രണ്ടും രണ്ടാണ്. മനസ്സിലായോ? അതായത് നമ്മൾ ഇത്രയും കാലം ഞാനെന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്നത് നമ്മുടെ ഫങ്ഷണൽ സെൽഫിനെയാണ്. അതായത് ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള, ഈ താൽക്കാലികമായ ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഞാനെന്ന ബോധത്തെയാണ് നമ്മൾ വിശ്വസിച്ചുകൊണ്ടിരുന്നത്. അത് മാറി നമ്മളൊരു പുതിയ ആത്യന്തികമായ സെൽഫ്, യഥാർത്ഥ ഞാൻ ആരാണ്, പൂർണ്ണമായും എക്സിസ്റ്റ് ചെയ്യുന്ന ഞാൻ ആരാണ് എന്ന് കണ്ടെത്തുകയാണ്. ഈ ഫങ്ഷണൽ സെൽഫ് എന്ന് പറയുന്ന മിഥ്യ നിലനിൽക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാവോ? ഈ ഭയം അതിരുകളെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് ശക്തിപ്പെടുത്തും. നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും പ്രതിരോധ ശേഷിയെ ഭയങ്കര തീവ്രമാക്കും. നമ്മുടെ സംസ്കാരങ്ങളും നമ്മുടെ ധർമ്മങ്ങളും കൂടുതൽ പവർഫുൾ ആക്കും. എന്തിന്? വ്യക്തിത്വത്തിന്, ഐഡന്റിറ്റിക്ക്. നിങ്ങൾ നോക്കിയേ, ഞാനൊരു മുസ്ലിമാണ്, ഞാൻ സ്വർഗത്തിൽ പോകും. ഞാനൊരു ഹിന്ദുവാണ്, എനിക്ക് മാത്രമേ മോക്ഷമുള്ളൂ. ഞാനൊരു ക്രിസ്ത്യാനിയാണ്, വേറെ ആരും സ്വർഗത്തിൽ പോകില്ല, ഞാൻ മാത്രമേ പോകുള്ളൂ. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. അതിജീവനത്തിന്റെ സഹജാവബോധം, അതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഫങ്ഷണൽ സെൽഫ്, പ്രവർത്തിക്കാനുള്ള ഞാൻ. അത് വ്യത്യാസത്തിനാണ് മുൻഗണന നൽകുക. നീ ഞാനും വ്യത്യാസപ്പെട്ടവനാണ്. നീ പണക്കാരനാണ്, ഞാൻ പാവപ്പെട്ടവനാണ്. അല്ലെങ്കിൽ ഞാൻ പണക്കാരനാണ്, നീ പാവപ്പെട്ടവനാണ്. അവിടെ മനുഷ്യനില്ല. അവിടെയാണ് അതാണ് ഞാൻ ആദ്യം പറഞ്ഞ, ഈ ആദ്യ തുടക്കത്തിൽ പറഞ്ഞില്ലേ, മനുഷ്യൻ എന്ന് പറഞ്ഞ സാധനം ഇവിടെ ഇല്ല. അരണകളാണുള്ളത്, അരണകൾ. അരണേനെ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ കാണുന്ന എല്ലാവരും എന്തിനോ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വെറും അരണകളാണ്. മനുഷ്യനില്ല ഇവിടെ. അവന് ഓർമ്മയില്ല. എല്ലാം ഒന്നാണ്, എല്ലാം സ്നേഹമാണ് എന്ന ഓർമ്മ നഷ്ടപ്പെട്ടിരിക്കുന്നു. സംസ്കാരങ്ങളും ധർമ്മങ്ങളും നൂറ്റാണ്ടുകളായി നമ്മളെ വേർതിരിച്ച് രണ്ടാക്കി, മൂന്നാക്കി, നാലാക്കി തിരിച്ച് വച്ചുകൊണ്ടിരിക്കുന്നു. ചെറുപ്പം മുതൽ നമ്മളെ പഠിപ്പിച്ചതാണ് ഈ പ്രശ്നം. അത് തന്നെയല്ലേ നമ്മുടെ സെൽഫ്. നമ്മളിപ്പോ ഈ ഫങ്ഷൻ ചെയ്യുന്ന നമ്മൾ ആരാണ്? നമ്മളെ ചെറുപ്പം മുതൽ ആരൊക്കെയോ എന്തൊക്കെയോ പഠിപ്പിച്ചു. അതാണ് നമ്മുടെ ഫങ്ഷൻ ചെയ്ത് നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫങ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതാ പറയാൻ പറ്റുക. സത്യത്തില് ഇത്രയും നാളും നമുക്ക് പറയാൻ പറ്റിയിരുന്നത് അതാണ്. ആത്യന്തികമായ ആ ഒരു സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള സംഭവമായിരുന്നു നമ്മള്. ആത്യന്തികമായ പൂർണ്ണമായും നമ്മൾ മരിക്കുന്നില്ല, നമ്മൾ ഇവിടെ നിന്ന് ഇല്ലാതാകുന്നില്ല എന്ന സത്യം നമ്മളോട് ആരും പറഞ്ഞു തന്നിട്ടില്ല. അല്ലെങ്കിൽ അതിനെ അടിയുറപ്പിച്ച് നമ്മളെ വിശ്വസിപ്പിച്ചിട്ടില്ല. നമ്മൾ പെട്ടെന്ന് ഇല്ലാതാകുന്നു എന്നതിനെ ആണ് നമ്മളെ പഠിപ്പിച്ചു വെച്ചത്. അതിനുവേണ്ടി എന്തും നേടണം. അത് അതിജീവനത്തിന്റെ മാർഗമാണ്. വ്യക്തിബോധത്തിലൂന്നിയ, സ്വാർത്ഥബോധത്തിലൂന്നിയ അതിജീവനത്തിന്റെ മാർഗം. അത് വ്യത്യാസത്തിനാണ് മുൻഗണന നൽകണത്.
വ്യത്യാസം. നീ അവനെ കണ്ടു പഠിക്കുക. ചെറുപ്പത്തിലൊക്കെ ഞാൻ എത്രയോ കേട്ടിട്ടുണ്ടെന്നറിയാവോ? അവൻ കണ്ടു പഠിക്കുക, അവൻ പഠിക്കണ കണ്ടിട്ടില്ലേ, അവള് പഠിക്കണ കണ്ടിട്ടില്ലേ. അവ ആരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. സ്കൂളിൽ ചെന്നാലും ഇത് തന്നെ. നിനക്ക് അവനെ കണ്ടു പഠിക്കാൻ പാടില്ലേ, ഇവനെ കണ്ടു പഠിക്കാൻ പാടില്ലേ. ഇപ്പൊ അതൊക്കെ കുറെ മാറിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ആ വ്യത്യാസം, ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, പാവപ്പെട്ടവൻ, പണക്കാരൻ, സമ്പന്നൻ, ഉയരമുള്ളവൻ, ഇല്ലാത്തവൻ, വെളുത്തവൻ, കറുത്തവൻ, മലയാളി, മറ്റൊരു ഭാഷക്കാരൻ, ഭായി, അഹം അഹം പിരിച്ചുവിടലിനെ ഭയപ്പെടുന്നു. ഈ വ്യത്യാസങ്ങളുടെ പിരിച്ചുവിടലിനെ ഭയപ്പെടുകയാണ്. അത് ഐക്യം എന്ന് പറയുന്നതിനെ ഉന്മൂലനമായി വ്യാഖ്യാനിക്കും. എടേ, നീ എല്ലാം നഷ്ടപ്പെട്ടു പോവും, നിന്റെ കുടുംബം പോവും, നിന്റെ എല്ലാവരും നഷ്ടപ്പെട്ടു പോവും, നീ എന്നെ ഇവൻ പറഞ്ഞത് കേൾക്കുവാണോ? ഏതോ ഭ്രാന്തൻ എന്തോ വന്നിരുന്ന് പറയുന്നു. നിങ്ങൾ ഇതൊക്കെ കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടു പോവും. കാരണം ഈ പിരിച്ചുവിടൽ, അതായത് ഈ വ്യത്യസ്തമാക്കി വച്ചിട്ടുള്ളതിന്റെ പിരിച്ചുവിടൽ, അത് പിരിച്ചുവിട്ടിട്ട് ഐക്യമാകുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയും അത് ഉന്മൂലനമാണ്, നിന്നെ ഇല്ലാതാക്കുന്നതാണ് എന്ന് പറയും. സമൂഹം പറയും ഉന്മൂലനമാണ് ഈ നടക്കുന്നത്. ഐക്യത്തെ ഉന്മൂലനമായിട്ട് വ്യാഖ്യാനിക്കും. ആ, A+ കിട്ടിയവരെ ആദരിക്കുന്നു, A- ഒക്കെ കിട്ടിയവരെ ഒറ്റപ്പെടുത്തുന്നു. അതാണ് സമൂഹം. എന്നാൽ നമ്മൾ പറയുന്നു ഇതാണ് വിമോചനം, ഇത് മാത്രമാണ് വിമോചനത്തിന്റെ മാർഗം, ഇതാണ് റവല്യൂഷൻ. നീ എന്താണോ, ഈ ജ്ഞാനമാണോ നീ ആർക്കെങ്കിലും പകർന്നു കൊടുക്കുന്നത്, അതാണ് മോചനം, അതാണ് വിമോചനം. ഐക്യത്തെ ഒരിക്കലും നിങ്ങൾ ഉന്മൂലനമായി വ്യാഖ്യാനിക്കരുത്. നിനക്ക് അരണയുടെ ഓർമ്മയാണ്, നീ എക്സിസ്റ്റ് ചെയ്യുന്നു, നീ ഭയപ്പെടേണ്ടതില്ല. നിന്റെ ഈ ശരീരം പോയാലും നീ എവിടെയും പോകുന്നില്ല. നീ ഒരു ബെറ്റർ അപ്ഗ്രഡേഷനിലായിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തിരിച്ചറിഞ്ഞാൽ നന്മയും തിന്മയും മനസ്സിലാക്കി, പാപപുണ്യങ്ങൾ മാത്രം മനസ്സിലാക്കി, പുണ്യം മാത്രം ചെയ്ത്, നന്മ മാത്രം ചെയ്ത്, നല്ലവനായി മാത്രം ഒരു മഹാത്മാവായി ജീവിക്കുക എന്നതിനപ്പുറത്ത് അച്ചീവ്മെന്റ് ഉണ്ട്. എത്ര ദൂരം നീ സഞ്ചരിച്ചു എന്ന ഐക്യത്തിന്റെ അച്ചീവ്മെന്റ്. നിങ്ങളും ദൈവമാണ് എന്ന സത്യം, അതൊരിക്കലും ദൈവത്തിൽ പങ്കുചേർക്കലല്ല എന്ന സത്യം, അതൊരിക്കലും ദൈവത്തിൽ പങ്കു ചേർക്കലല്ല, നിങ്ങൾ ദൈവമായി മാറുന്നത് ദൈവത്തിൽ പങ്കു ചേർക്കുന്നതല്ല എന്ന സത്യം, അതൊക്കെ നിങ്ങളെ പറ്റിച്ചിരിക്കുന്നതാണ്. ശരിക്കും നിങ്ങൾ ഉള്ളിലേട്ട് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ. നിങ്ങളുടെ അതിർത്തി എവിടെയാണ്? ഈ അവബോധത്തെ നിങ്ങൾ വിഭജിച്ചിട്ടില്ലേ? നിങ്ങൾ ശബ്ദങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. ആ അവബോധത്തിന് പുറത്താണോ അതോ അതിനുള്ളിൽ തന്നെ പ്രത്യക്ഷപ്പെടുന്നുണ്ടോ? ശരീരത്തിന്റെ സംവേദനങ്ങൾ അതിർത്തി നിങ്ങൾക്ക് നിർണയിക്കുന്നില്ലേ? അതിർത്തി കൃത്യമായി എവിടെയാണ്? ഒരരികും കണ്ടെത്താത്ത തുറന്ന സ്ഥലത്ത് നിങ്ങൾക്ക് വിശ്രമിക്കാൻ പറ്റൂലേ? അതിരുകളില്ലാത്ത ലോകം. ഒന്ന് ചിന്തിച്ചു നോക്കി. അതിരുകളില്ലാത്ത ഒരു ലോകത്ത് നമുക്ക് വിശ്രമിക്കാൻ പറ്റൂലേ?
ഈ ബോധമില്ലാത്തത് കൊണ്ടാണ് മരണപ്പെട്ടവരെ ഓർത്ത് സങ്കടം വരുന്നത്. മരണമില്ല. ശരീരത്തെ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ് അവിടെ. സോള് താൽക്കാലികമായി സ്വപ്നം കാണാൻ വന്നതാണ് ഈ ബോഡിയിൽ. ആ സ്വപ്നത്തെ സത്യമായി വിശ്വസിച്ച് അതിൽ തന്നെ അറ്റാച്ച് ചെയ്ത് അതിൽ തന്നെ പറ്റി പിടിച്ചിരിക്കുമ്പോ വീണ്ടും വരും. ഒരിക്കലും മരിച്ചവരെ ഓർത്ത് സങ്കടപ്പെടേണ്ട കാര്യമില്ല. എന്താ, അവർ എക്സിസ്റ്റ് ചെയ്യുന്നു അവർക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത്. നിങ്ങളെ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉണ്ടാവില്ല. നിങ്ങളുടെ ഇഷ്ടമാണെങ്കിൽ ഏത് രൂപത്തിലും നിങ്ങളുടെ അടുത്ത് വന്നിരിക്കും. നിങ്ങളുടെ മക്കളായോ, അല്ലെങ്കിൽ ഏറ്റവും അടുത്തൊരു സുഹൃത്തായോ, ഏറ്റവും അടുത്ത ഭാര്യയായോ ഭർത്താവായോ, എങ്ങനെയെങ്കിലും വരും. ഇല്ലെങ്കിൽ വരില്ല എന്ന് തെളിയിക്കണം. അത് കഴിയൂല. ആത്മാവിന് മരണമില്ല. അതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത്. അവബോധത്തിന് മരണമില്ല. ആ ബോധം എക്സിസ്റ്റ് ചെയ്യുന്നു. ശരീരം മാത്രമേ പോകുന്നുള്ളൂ. ശരീരം മാത്രമേ ആ- ആര് പറഞ്ഞു തെളിയിച്ചിട്ടില്ല എന്ന്? പിന്നെ ഈ ഞാനെന്ന ബോധം എവിടെ നിലനിൽക്കുന്നു? അത് എക്സിസ്റ്റ് ചെയ്യുകയാണ് അവിടെ. എവിടെയോ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഏത് കർമ്മങ്ങളിലൂടെയാണോ പോയത്, ആ കർമ്മങ്ങളിലൂടെ അതാരും തെളിയിക്കേണ്ട ആവശ്യമില്ല. എന്തിനാ തെളിയിക്കണത്? ഉള്ളൊരു കാര്യത്തെ തെളിയിക്കേണ്ട കാര്യം എന്താണ്? എല്ലാ മനുഷ്യർക്കും ബോധമുണ്ട് താൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളത്. അത് കള്ളക്കളിയാണ്. എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറയുന്നത്. ഒരു മുഖം മൂടി വെച്ചിട്ട് പറയുകയാണ് ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല. ഈ ശരീരം മാത്രമാണ്. ഉള്ളിലേട്ട് സ്വയം ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ചു നോക്കിയേ. ഈ ശരീരമല്ലാതെ എന്തോ ഒന്ന് എക്സിസ്റ്റ് ചെയ്യുന്നുള്ള ബോധം ഉള്ളിൽ വരും. ഏത് ദരിദ്രനും ഏത് ഭിക്ഷാന്തേഹിക്കും ഏത് പണക്കാരനും നിങ്ങളുടെ കാഴ്ചപ്പാടിലോട് ചോദിച്ചാലും വരും. അന്ന് എല്ലാവർക്കും വരുന്ന ബോധമാണത്. ഞാൻ എക്സിസ്റ്റ് ചെയ്യുന്നു, ഇപ്പൊ നീ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്ന ബോധം. അവിടെ ഇരുന്നിട്ട് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക. ഈ കൈ ഇല്ലാതായി, ഈ കാലില്ലാതായി, ഈ തലയില്ലാതായി, പക്ഷെ ആ ബോധം നശിച്ചു പോകുന്നുണ്ടോ? ആ ബോധം നശിച്ചു പോകുന്നതാണ് നിനക്ക് തോന്നുന്നുണ്ടെങ്കിൽ യു ഗോ, ദാറ്റ്സ് ഇറ്റ്. ഓക്കെ. ആ നശിച്ചു പോകുന്നുള്ള ബോധത്തിന്റെ കൂടെ അങ്ങ് പൊക്കോ. നമുക്കത് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ നശിക്കുന്നില്ല. എല്ലാവരും ഒറ്റയ്ക്കൊറ്റയ്ക്കാണ്. ഇതങ്ങ് വിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ശരീരമുള്ളിടത്തോളം കാലം മാത്രമേ മറ്റുള്ളവരുള്ളൂ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ്. പിന്നെ അവരുടെ ഇഷ്ടമാണത്. അതും ഒരാൾക്ക് ഇഷ്ടമുണ്ടായിട്ട് കാര്യമില്ല. രണ്ടു പേർക്കും ഒരുപോലെ ഇഷ്ടം ഉണ്ടാവണം. ഇല്ലെങ്കിൽ അവർ തമ്മിൽ കണ്ടുമുട്ടുകയില്ല. കണ്ടുമുട്ടിയാൽ തന്നെ ഹായ് ബൈ പറഞ്ഞ് പിരിഞ്ഞു പോകും. നിങ്ങൾക്ക് ഷോർട്ട് ടൈം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടായിട്ടുണ്ടാവും. ലോങ് ടൈം ആയിട്ടുള്ള റിലേഷൻഷിപ്പ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും ചുമ്മാ വന്നതല്ല. ഒരു കാര്യകാരണവും ഇല്ലാതെ നിങ്ങൾ ഇവിടെ ജനിച്ചതല്ല. നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായില്ല എന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാം കണക്റ്റഡ് ആണ്. നിങ്ങൾ ഒരിക്കലും വേർപിരിഞ്ഞിട്ടില്ല.
വേർപിരിഞ്ഞു എന്ന മിഥ്യാധാരണയിൽ വിശ്വസിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഒരു വിശ്വാസം മാത്രം. തിരമാല സമുദ്രത്തെ ഭയപ്പെടുന്നു. അത് തിരിച്ചറിയുന്നവരെ, അതും വെള്ളമാണ് എന്ന് തിരിച്ചറിയുന്നവരേ ഉള്ളൂ ആ ഭയം. ഒരിക്കലും ഈ വേർപിരിയൽ ലയിക്കുന്നത് ബലപ്രയോഗത്തിലൂടെ അല്ല. ഇത്രയും കാലം നമ്മൾ വിചാരിച്ചു കൊണ്ടിരുന്നത് ബലപ്രയോഗത്തിലൂടെയാണെന്നാണ്. അതാ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരുന്നത്. ദൈവവുമായിട്ട് യോജിക്കാനുള്ള ഒരു മൽപ്പിടുത്തം, തിന്മയുമായിട്ടുള്ള ഒരു പോരാട്ടം, ഒരു യുദ്ധം. യുദ്ധത്തിലൂടെ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. യുദ്ധത്തിലൂടെ ഒരു പക്ഷം പരാജയപ്പെടും. ഇരുപക്ഷവും വിജയിക്കുന്നത് സ്നേഹത്തിലൂടെ മാത്രമാണ്. വേർപിരിയൽ ഇല്ലാതാകുന്നത് ബലപ്രയോഗത്തിലൂടെയല്ല, കാണുന്നതിലൂടെയാണ്, നിന്റെ ഉൾക്കാഴ്ചയിലൂടെയാണ്. യുദ്ധം ഒരിക്കലും ഒന്നിനൊരു പരിഹാരമല്ല. തർക്കങ്ങളും യുദ്ധങ്ങളും ഒരിക്കലും പരിഹാരമല്ല. അല്ലെങ്കിൽ നമുക്കിത് വെച്ച് തർക്കിക്കാൻ പാടില്ലേ? ഇത് വച്ച് എന്തെല്ലാം എന്തെല്ലാം രീതിയിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം, എന്തെല്ലാം രീതിയിൽ തർക്കിക്കാം നമുക്ക്. തർക്കിച്ച് ജയിച്ചു, ഞാൻ ഇന്നയാളെ തോപ്പിച്ചു എന്നൊക്കെ എനിക്ക് പറയാൻ പാടില്ലേ? മുൻകാലങ്ങളിൽ അതാണ് നടന്നിട്ടുള്ളത്. ഈ മാർഗം പഠിപ്പിക്കാൻ വന്നവർ വരെ തർക്കിച്ചിട്ടുണ്ട്. തർക്കിക്കാത്തവരുമുണ്ട്. ഒന്നിലും ബന്ധപ്പെടാതെ പോയവരുമുണ്ട്. അത് മാത്രം അന്വേഷിച്ച് വന്നവർക്ക് കൊടുത്തവരുമുണ്ട്. ഭിക്ഷാം ദേഹിക്ക് മാത്രം, അന്വേഷിച്ച് വന്നവർക്ക് മാത്രം, അല്ലാത്തവർക്ക് കൈമാറിയിട്ടില്ല. പലരുടെയും അടുത്ത് പലരും ചെന്നു, എനിക്ക് ഭയങ്കര സാമ്പത്തിക ബുദ്ധിമുട്ടാന്ന് പറഞ്ഞു. ആ, നിന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് തീർന്നു പോട്ടെ എന്ന് പറഞ്ഞു. അതോടുകൂടി അവന്റെ സാമ്പത്തിക ബുദ്ധിമുട്ട് തീർന്നു. പക്ഷേ യഥാർത്ഥമായ ആ നിധി അവർക്ക് കൊടുത്തില്ല. അവിടെ ചെന്നിട്ട് ചോദിച്ചു, എനിക്ക് പൈസയും വേണ്ട, സമ്പത്തും വേണ്ട, ഒന്നും വേണ്ട, എനിക്ക് അത് മാത്രം മതി എന്ന് പറഞ്ഞവർക്ക് അത് കൊടുത്തു. യഥാർത്ഥ ഭിക്ഷാന്തേഹിക്ക് കൊടുത്തു. നിങ്ങൾ മുൻകഴിഞ്ഞു പോയ ഈ വഴിയിൽ സഞ്ചരിച്ച ആളുകളുടെ ഹിസ്റ്ററി എടുത്ത് പരിശോധിച്ച് നോക്കിയോ, അവരെല്ലാവർക്കും ഒന്നും കൊടുത്തിട്ടില്ല. ഇന്ന് ലോകത്ത് ഭൂരിപക്ഷം പേരും ഈ സത്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ കൊടുക്കുന്നത്. എല്ലാം മടുത്തു അവർക്ക്. മോട്ടിവേഷനും മടുത്തു, വിഷ്വലൈസേഷനും മാനിഫെസ്റ്റേഷനും അഫർമേഷനും ഒക്കെ മടുത്തു, മന്ത്രവും തന്ത്രവും യന്ത്രവും മടുത്തു. ഇനി ഇതൊന്ന് അന്വേഷിച്ച് നോക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് മാത്രമാണ് ഇത് നൽകുന്നത്. അല്ലാത്തവർക്ക് വേണ്ടത്. ഇതിന്റെ ആവശ്യമില്ല അവർക്ക്. നിങ്ങൾ നന്നായി പണിയെടുത്ത് ആത്മാർത്ഥമായി പൈസ ഉണ്ടാക്കി സുഖമായി ജീവിക്കുക. ഓക്കെ, ഇത് വേറെ സംഭവമാണ്. ഇത് ഇത് വേറെ സംഭവമാണ്. ഇത് ഇതൊരു തരി മതി. ഇതൊരു തരി നുണഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മരണമില്ല. ഇതാണ് കടഞ്ഞെടുത്ത സാധനം. പാലാഴി കടഞ്ഞെടുത്ത സാധനമാണിത്. ഇതാണ് ഖദിർ കുടിച്ച വെള്ളം, ജീവന്റെ ഉറവ. അത് കുടിച്ചവർക്ക് ജീവജലം. അവശേഷിക്കുന്നത് നിങ്ങൾ മാത്രമാണ്. ലോകത്തുള്ളതെല്ലാം നശിക്കുന്നതാണ്. എല്ലാം മായയാണ്. നമുക്കറിയില്ല, എല്ലാം നശിക്കുന്നുണ്ട്. എക്സിസ്റ്റ് ചെയ്യുന്നത് നീ മാത്രമാണ്. നീ മാത്രമാണ്. ദൈവാസ്തിത്വം എന്നൊന്നും പറഞ്ഞ് അതിനെ ചെറുതാക്കല്ലേ. ദൈവമാണ് ഏറ്റവും വലുത്. പക്ഷെ നീ ഇപ്പോ ഒരു ശരീരത്തിന്റെ ഉള്ളിലാണ്. അപ്പൊ എക്സിസ്റ്റ് ചെയ്യുന്നത് എന്താണ്? ശരീരമാണോ നീയാണോ എന്ന് ചിന്തിക്ക്. അത് കഴിഞ്ഞല്ലേ ദൈവം വരുന്നത്. ദൈവം എത്രയോ വലുതാണ്. അതിന്റെ അടുത്തിട്ട് പോലും എത്താൻ ആയിട്ടില്ല. പക്ഷെ നീ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന ബോധം ആദ്യം ഉണ്ടാവണ്ടേ?
അതെങ്ങനെ പറഞ്ഞറിയിക്കും നമ്മള്? അതാർക്കും പറഞ്ഞറിയിക്കാൻ കഴിയില്ല. ആർക്കും പറഞ്ഞു കൊടുക്കാൻ കഴിയില്ല. ആരെയും ഇത് അനുഭവിപ്പിക്കാൻ കഴിയില്ല. ഇത് അനുഭവിക്കണവന് മാത്രമേ ഇതിന്റെ മാധുര്യം മനസ്സിലാവുള്ളൂ. അല്ലാത്തവർക്ക് ഇത് വിഷമാണ്. അമൃത് വിഷമാണ്, ഭ്രാന്താണ്. മനസ്സിലായില്ലേ? ഉം. എല്ലാം ശരിയാവും. ഉം. ലൂപ്പിലുള്ളവരാ ലൂപ്പിൽ കിടക്കട്ടെ. അല്ലാത്തവർ രക്ഷപ്പെട്ടോ. ഇനി ഈ വഴിക്ക് വന്നു പോകരുത്. മടുത്തു മനുഷ്യൻ. ജനിച്ച് 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 നരകത്തിൽ വീണ് 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 ദുരിതങ്ങൾ അനുഭവിച്ച് ബോധമില്ലാതെ, ഉം, കഷ്ടപ്പാടുകൾ, വിഷമം, സങ്കടം, ടെൻഷൻ, ഡിപ്രഷൻ, ആങ്സൈറ്റി. മടുത്തു മനുഷ്യൻ. വിട്ടുകളാ. എല്ലാം ഉപേക്ഷിക്കുക. എല്ലാരെയും ഒരുപോലെ സ്നേഹിക്കുക. എല്ലാരും ഒരുപോലെ സ്നേഹിക്കുക. നിങ്ങൾ കൊടുക്കേണ്ട ദാനം ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. നിങ്ങളെല്ലാം റിച്ചാണ് ഇപ്പോൾ, റിച്ച്. നിങ്ങളത് കൊടുക്കണം. നിങ്ങളത് കൊടുക്കണം. നിങ്ങൾ വലിയ സമ്പന്നന്മാരാണ്. നിങ്ങളുടെ സമ്പത്ത് നിങ്ങൾക്ക് തിരിച്ചറിയാത്തതാണ്. നിങ്ങൾ വലിയ സമ്പന്നരാണ്. വാങ്ങല്ലാത്തവൻ വാങ്ങണ്ട. പക്ഷെ കൊടുക്കുക എന്നത് നിങ്ങളുടെ ബാധ്യതയാണ്. ഒരു പാവപ്പെട്ടവന് നിങ്ങൾ ബിരിയാണി കൊടുക്കുകയാണ്. അവൻ ഭക്ഷണം കഴിച്ചിട്ട് 1000 വർഷമായി. ആ ഭക്ഷണം അവന് കഴിക്കാൻ പറ്റുമോ? ഇല്ല. നിങ്ങള് മരുഭൂമിയില് 1000 വർഷമായി വെള്ളമില്ലാതെ അലയുന്ന ഒരാൾക്ക് നിങ്ങൾ ഒരു തുള്ളി വെള്ളം എത്തിച്ചു കൊടുക്കുകയാണ്. അവനത് പൊള്ളുന്നത് പോലെ ഫീൽ ചെയ്യും. 1000 ദിവസമൊന്നും വേണ്ട, 3 ദിവസം മരുഭൂമിയിലൂടെ അലഞ്ഞ ഒരുത്തന് ഒരു തുള്ളി വെള്ളം നിങ്ങൾ ഉള്ളിലേക്ക് ഇട്ട് വെച്ച് കഴിഞ്ഞാൽ തീ ഇറങ്ങുന്നത് പോലെ ഫീൽ ചെയ്യും. അപ്പൊ കൊടുത്താ വാങ്ങൂല. അത് റെസിസ്റ്റ് ചെയ്യും. തുപ്പും. മനസ്സിലായില്ലേ? അപ്പൊ അവർക്ക് നിങ്ങൾ ഒരിക്കലും ഒറ്റയടിക്ക് ബിരിയാണിയും വെള്ളം വായിലിട്ട് ഒഴിച്ചു കൊടുക്കരുത്. ആള് തട്ടിപ്പോവും. ആദ്യം നമ്മൾ തുടക്കത്തിൽ 1 വർഷം മുമ്പ് ചെയ്തതുപോലെ ഒരു തുണിയിൽ ഇങ്ങനെ പതിയെ നനയ്ക്കുക. എന്നിട്ട് ഇങ്ങനെ ചുണ്ടില് പതുക്കെ ടച്ച് ചെയ്ത് കൊടുക്കുക. മനസ്സിലായില്ലേ? നേരിട്ട് കൊടുത്താൽ ആരും വാങ്ങില്ല. നിങ്ങളും വാങ്ങൂലായിരുന്നു. ഞാൻ ഇതാണ് പഠിപ്പിക്കാൻ പോണേന്ന് ആദ്യമേ പറഞ്ഞിരുന്നെങ്കിൽ, തുടക്കത്തിൽ പറഞ്ഞിരുന്നെങ്കിൽ, നിങ്ങളുടെ ധർമ്മങ്ങൾ നിങ്ങളെ വിടില്ലായിരുന്നു. നിങ്ങളുടെ സംസ്കാരം നിങ്ങളെ വിടില്ലായിരുന്നു. നിങ്ങളുടെ ഭാഷ നിങ്ങളെ വിടില്ലായിരുന്നു. പലതും തടസ്സം വന്നേനെ. ചെറുതായിട്ട് വെള്ളം തൊട്ട് ഇങ്ങനെ വച്ച് 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 തന്ന് നിന്ന് 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 ഇപ്പൊ എന്ത് തന്നാലും ഓക്കെ എന്നായി മാറി. അങ്ങനെ ഇത് കൊടുക്കാവൂ. ആദ്യം ചുണ്ടൊന്ന് നനച്ചു കൊടുക്കണം. വിഷമിച്ചും സങ്കടപ്പെട്ടും ബുദ്ധിമുട്ടിയിരിക്കുമ്പോ ആ കാരണത്തിൽ പിടിച്ചിട്ടൊന്ന് പറഞ്ഞു കൊടുക്കണം. നേരെ ലിങ്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ നടക്കൂല ഈ പണി. ഉം. പാവങ്ങൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എത്രയോ കാലങ്ങളായി വെള്ളവും ഭക്ഷണവും ഇല്ലാതെ അലയുകയാണ്. ഉം. ദാഹം. ദാഹമാണിത്. വലിയൊരു ദാഹമാണിത്. ആ ദാഹിക്കുന്ന മനുഷ്യന് വെള്ളം ഇറ്റിച്ചു കൊടുക്കുക എന്നാണ് നമ്മുടെ നമ്മുടെ കർത്തവ്യം.
അത് നിങ്ങൾ എത്രത്തോളം ഭംഗിയായി ചെയ്യുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് നിങ്ങളുടെ വാലറ്റിൽ എമൗണ്ട് കൂടിക്കൊണ്ടിരിക്കും. എത്രത്തോളം നിങ്ങൾ ഈ ദാനം, ദാനം, അദ്വൈതത്തിന്റെ ദാനം, ആ ദാനം നിങ്ങൾ എത്രത്തോളം കൊടുക്കുന്നുവോ അത് നിങ്ങൾക്ക് പെരുകിക്കൊണ്ടേയിരിക്കും. എനിക്കെന്തെങ്കിലും പ്രത്യേകത ഉണ്ട് എന്ന് നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഇത് മാത്രമാണ് ആ പ്രത്യേകത. ഞാനൊരു സാധാരണ മനുഷ്യനാണ്. എനിക്കെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് വെള്ളം നൽകുന്നു എന്നാണ് പ്രത്യേകത. വേറെ ഒന്നുമില്ല. അത് നിങ്ങൾക്കും ഉണ്ട് ആ പ്രത്യേകത. എത്രയും പെട്ടെന്ന് കൊടുക്ക്. വാട്ടർ ഓഫ് ലൈഫ്, ജീവജലം. എല്ലാവരും ആചാരാനുഷ്ഠാനങ്ങളുടെ പുറകെയാണ്. പെട്ടെന്നൊന്നും അതിനെ മാറ്റാൻ നിങ്ങൾക്ക് കഴിയൂല. പെട്ടെന്നൊന്നും മാറ്റാൻ കഴിയൂല. നമുക്ക് ഇത്രയും പരിശ്രമിച്ചിട്ട് ഇത്രയും പേരല്ലേ പറ്റുള്ളൂ. ഏഹ്? കഴിഞ്ഞ ജന്മത്തിലും ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ജന്മത്തിൽ ജോയിൻ ചെയ്തവരാണ് ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നവർ. പുതിയ ആളുകളാണ് ജോയിൻ ചെയ്യാത്തവർ. പക്ഷെ അവരെ നമ്മൾ ജോയിൻ ആക്കും ഇത്തവണ. ഉം. അത് നിങ്ങൾക്ക് അറിയാൻ പാടാത്തോണ്ടാ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളൊക്കെ എനിക്ക് പരിചയമുണ്ടെന്ന്. നിങ്ങളെല്ലാവരും എനിക്ക് നല്ല വ്യക്തമായിട്ട് അറിയാം എന്ന് ഞാൻ 9 മാസം മുമ്പ് പറഞ്ഞിട്ടുണ്ട്. വന്നു പോയവരെയും അറിയാം, നിലനിൽക്കുന്നവരെ നന്നായിട്ട് അറിയാം. ഉം. ഉം. ഇത് നിങ്ങൾക്കും അറിയാം, നിങ്ങൾ തിരിച്ചറിയാത്തതാണ്. ആ ഓർമ്മ വന്നു കഴിഞ്ഞാൽ തിരിച്ചറിയാൻ തുടങ്ങും. ഓർമ്മ ഓർമ്മ വന്നിട്ടുണ്ട്, പക്ഷെ പൂർണ്ണമായിട്ട് വന്നിട്ടില്ല. പൂർണ്ണമായിട്ട് വന്നാൽ പതിയെ 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 തിരിച്ചറിയാൻ തുടങ്ങും. എന്നെ ഒരിക്കലെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ഒരിക്കലെങ്കിലും എന്തെങ്കിലും ഒരു സംസാരം ഉണ്ടായിട്ടുണ്ടാവും. എന്തെങ്കിലും ഒരു കണക്ഷൻ ഇല്ലാതെ മനുഷ്യൻ എങ്ങനെയാണ് കണക്ട് ആവുക? അറിയില്ല എന്ന തോന്നൽ നിങ്ങളുടെ ആരണ ബുദ്ധി കൊണ്ട് തോന്നുന്നതാണ്. നിങ്ങൾ ഈ ശരീരം വച്ചിട്ടാണ് എന്നെ വിലയിരുത്തുന്നത്. ആ ശരീരത്തെ വിട്ടിട്ട് നിങ്ങളൊന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ആ സത്യം എന്താണ് എന്ന് എന്നെ ഒന്ന് കാണിച്ചതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിച്ചു തരും. ഓക്കെ. അപ്പോ നന്നായി